എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൻ്റെ കവറില്ലേ, ആ മൊബൈൽ ഫോണിൻ്റെ കവർ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴേക്കും ഈ മോഡൽ തുറക്കുന്ന മോഡലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോരും. അതുപോലെ അത് കേടാവും. അല്ലെങ്കിൽ ട്രാൻസ്പാരൻ്റ് ഒക്കെ ആണെങ്കിലും കളറ് മങ്ങും. അപ്പോൾ അങ്ങനെ നമ്മൾ അത് വേസ്റ്റായി കളയുന്നതിന് മുമ്പ് കുറച്ച് നാളും കൂടി അതിനൊന്ന് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊച്ചു ഐഡിയ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതുപോലത്തെ കവറൊക്കെ ആണെങ്കിൽ അതിലിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ പൊളിഞ്ഞടർന്ന് നിൽക്കുന്നതൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് പൊളിച്ച് കളയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ കവർ മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ടേബിൾ ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസാണ്. ഇതൊരു പഴയ ഷീറ്റിൻ്റെ ചെറിയൊരു കഷ്ണമാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഷീറ്റിനെ മൊബൈൽ ഫോണിൻ്റെ കവറിന് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ക്യാമറയുടെ ഭാഗമൊക്കെ കറക്റ്റ് ആ ഹോള് നമ്മൾ ആദ്യം ഒന്ന് പേന വെച്ചിട്ട് വരച്ചിട്ട് എന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പേപ്പറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതുപോലെ ചെയ്യണം. ആദ്യം ഒരു പേപ്പറിൽ നമ്മൾ ക്യാമറയുടെ ഹോളൊക്കെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ആ പേപ്പർ നമ്മൾ ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ കട്ടർ വെച്ചിട്ട് തന്നെ വീണ്ടും ഷീറ്റിലും ഇതേപോലെ തന്നെ 2 ഹോൾസും ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പേപ്പറിൽ ചെയ്യാതെ ഇതുപോലെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഷീറ്റിൻ്റെ മുകളിൽ കവർ വെച്ചിട്ടും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് കൂടുതലായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ എക്സസ് ആയിട്ട് വരുന്നത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. ആ ഹോളിൻ്റെ കാര്യം മാത്രം ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റാക്കി വെക്കണം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഷീറ്റിൻ്റെ പീസ് ഈ പഴയ കവറിനോട് ഒട്ടിക്കുക എന്നുള്ളതാണ്. ആ ക്യാമറയുടെ പോർഷനൊക്കെ കറക്റ്റായിട്ട് ആ ഹോള് വെച്ചിട്ട് നമ്മൾ ലേശം സൂപ്പർ ഗ്ലൂ ഈ കവറിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഒട്ടിക്കുക. സൈഡിലൊക്കെ മാത്രം ഒന്ന് സൂപ്പർ ഗ്ലൂ തേച്ചാൽ മതി, മറ്റേ ഭാഗം അങ്ങനെ തന്നെ ഇരുന്നോളും കറക്റ്റായിട്ട്. ആ ക്യാമറയുടെ ഹോളിന് ചുറ്റും ഒന്ന് എന്തായാലും ഗ്ലൂ ആക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ കവർ ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മൾ സൂപ്പർ ഗ്ലൂ ഒട്ടിച്ചതിൻ്റെ മാർക്ക് അറിയാതിരിക്കാനാണ് ഈ ഒരു മുത്ത് പോലെയുള്ളത് ഇവിടെ ഒട്ടിച്ചു കൊടുത്തത്. അത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് വാങ്ങുന്നിടത്ത് ഒറ്റയ്ക്കുള്ള മുത്ത് പോലെയും വാങ്ങാൻ കിട്ടും. ഒരു പകുതി മുത്ത് പോലെയാണത്, നന്നായിട്ട് ഒട്ടിയിരിക്കും. അതിനത്രയധികം പൈസയൊന്നുമില്ല, ഒരുമിച്ച് ഒരു പാക്കറ്റായിട്ടായാലും നമുക്ക് വാങ്ങാൻ കിട്ടും. ഇങ്ങനെ ഒറ്റയ്ക്കുള്ള ഷെല്ലുകളും നമുക്ക് വാങ്ങാൻ കിട്ടും. ഒരു 20 രൂപയുടെ പാക്കറ്റിലൊക്കെ ഒരുപാട് ഷെല്ലുകൾ ഉണ്ടാവും. കുറച്ചായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. നല്ല ഭംഗിയായിരിക്കും കയ്യിൽ ആ മൊബൈലിൻ്റെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ കളയാൻ വേണ്ടി വെച്ചിരുന്ന കവറല്ലേ, അത് കുറച്ചും കൂടി നാൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇതിൽ കണ്ട പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രാൻസ്പാരൻറ്റ് ഷീറ്റിന് പകരം നിങ്ങൾക്ക് നല്ല ഡിസൈനൊക്കെ ഉള്ള ഷീറ്റാണെങ്കിൽ ഇതിനേക്കാളും നല്ല ഭംഗിയുണ്ടാവും. നിങ്ങളുടെ ഐഡിയ അനുസരിച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു മൊബൈൽ കവർ പിടിച്ചിട്ട് അങ്ങനെ എല്ലാവരും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.